നമസ്കാരം. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞ വാക്കുകൾ വിവാദമായിരുന്നു. പിന്നാലെ മകൾ അവന്തിക എന്ന പാപ്പു ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ബാല പങ്കുവച്ച വീഡിയോയും വാർത്തയായി മാറി. ഈ സാഹചര്യത്തിലാണ് അമൃത പ്രതികരണവുമായി എത്തിയത്. തുടർന്ന് ബാലയും മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി മാറുകയായിരുന്നു. ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ മകൾ അവന്തികയും പിന്നാലെ അമൃതയും എത്തിയതോടെ പ്രശ്നം കൂടുതൽ വഷളായിരിക്കുകയായിരുന്നു. മകളെ തന്നിൽ നിന്ന് അകറ്റുന്നു എന്നാണ് ബാലയുടെ ആരോപണമെങ്കിൽ അച്ഛനെ തനിക്ക് കാണേണ്ടെന്ന് മകൾ പറയുന്നു. ബാലയിൽ നിന്നും ക്രൂരമർദ്ദനം തനിക്ക് ഏൽക്കേണ്ടി വന്നെന്നും സഹിക്കാൻ പറ്റാതായപ്പോൾ ആ വീട്ടിൽ നിന്നും താൻ രക്ഷപ്പെടുകയായിരുന്നെന്നും അമൃത കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അമൃതയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ചിലർ എതിരഭിപ്രായവും പറയുന്നു. മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഇതിനോടകം ചർച്ചയാവുന്നുണ്ട്. അമൃതയ്ക്ക് മകളെ പൊതുമാധ്യമത്തിലേക്ക് കൊണ്ടുവരാതെ താൻ നേരിട്ട പ്രശ്നങ്ങൾ നേരത്തെ തുറന്നു പറയാമായിരുന്നെന്ന് സായി കൃഷ്ണ അഭിപ്രായപ്പെടുന്നു. ബാലയെ പിന്തുണയ്ക്കുന്നെന്ന് പറഞ്ഞ് നിരവധി പേരാണ് സായി കൃഷ്ണയെ വിമർശിക്കുന്നത്. ഇപ്പോഴത്തെ സായി കൃഷ്ണയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അമൃത സുരേഷ്. സായി കൃഷ്ണയെ വിമർശിക്കുന്ന യൂട്യൂബറുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അമൃതയുടെ പ്രതികരണം. ഡിയർ സായി, എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ആർക്കു വേണ്ടി? കഷ്ടം. ഡിപ്ലോമാറ്റിക്കായ പക്ഷപാതിത്വമുള്ള വീഡിയോകൾ താങ്കളുടെ ഭാഗത്തു നിന്നും ഇനിയും പ്രതീക്ഷിക്കുന്നു. അമൃത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ. അതേസമയം ബാലയെ പിന്തുണച്ച് സായി കൃഷ്ണ തന്റെ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. അമൃതയും മകളും പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറയുന്നില്ല. ബാല അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യുമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്ന് സായി പറയുന്നു. ബാലയുടെ നല്ല വശങ്ങൾക്കപ്പുറം ഇങ്ങനെ ഒരു മുഖവുമുണ്ട്. എന്നാൽ മകളെ ഇതിലേക്ക് കൊണ്ടുവരാതെ നേരത്തെ താൻ നേരിട്ട അനുഭവങ്ങൾ അമൃത തുറന്നു പറയേണ്ടതായിരുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. അമൃതയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ സഹോദരി അഭിരാമി സുരേഷ് നിരന്തരം സംസാരിക്കുന്നുണ്ട്. അമൃതയുടെ മകൾ 3 വയസ്സിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നത് കള്ളമാണെന്ന വാദം ശക്തമാണ്. ഇതിനെതിരെ അഭിരാമി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. 2-3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആഘാതകരമായ സംഭവങ്ങൾ ഓർക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. എന്നാൽ അത് ശരിയല്ല. മനഃശാസ്ത്രത്തിന്റെയും സൈക്യാട്രിയുടെയും പിന്തുണയോടെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന ആഘാതകരമായ അനുഭവങ്ങൾ കുട്ടിയുടെ മനസ്സിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു എന്നത് രേഖപ്പെടുത്തപ്പെട്ട ഒരു വസ്തുതയാണെന്ന് അഭിരാമി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഒരിക്കൽ അച്ഛൻ തന്റെ നേർക്ക് ഗ്ലാസ് എടുത്ത് എറിഞ്ഞതുമാണ് ബാലയുടെ മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബാലയുടെ വീട്ടിൽ നിന്നും അമൃത ഇറങ്ങുന്ന സമയത്ത് മകൾക്ക് 3 വയസ്സാണ്. അതേസമയം സൈബർ ആക്രമണങ്ങളിൽ അഭിരാമി സുരേഷ് പരാതി നൽകിയിട്ടുമുണ്ട്. തന്റെ സഹോദരി അമൃത സുരേഷും മുൻ ഭർത്താവ് ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അഭിരാമി സംസാരിച്ചിരുന്നു. ബാലയ്ക്കെതിരെ അമൃതയും മകളും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് താനും കുടുംബവും നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് അഭിരാമി നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. പിന്നാലെയാണ് താരം പരാതിയുമായി നീങ്ങിയിരിക്കുന്നത്. തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അഭിരാമി. സോഷ്യൽ മീഡിയ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഭിരാമി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. താരത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: എന്റെ സഹോദരിയുടെ മുൻ ഭർത്താവ് എന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പുരുഷന്റെ പിന്തുണയില്ലാതെ 2 സ്ത്രീകൾ ഒരു കുടുംബം നടത്തുമ്പോൾ ഒരു സ്ത്രീയെ ലക്ഷ്യമിട്ടുള്ള ഏതെങ്കിലും നിഷേധാത്മകമോ ദോഷകരമോ ആയ സംസാരം അനിവാര്യമായും മുഴുവൻ കുടുംബത്തെയും ബാധിക്കും. നാം പൊതുജന ശ്രദ്ധയിലായിരിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും. എന്റെ സഹോദരിയെ ലക്ഷ്യമിട്ടുള്ള ദീർഘകാലമായുള്ള അപകീർത്തിയും അവഹേളനവും ഞങ്ങൾ എല്ലാവരെയും വ്യത്യസ്ത രീതികളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മരിച്ചുപോയ എന്റെ പിതാവിന്റെ ഓർമ്മയെ പോലും കളങ്കപ്പെടുത്തുന്നു. ഞാൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഉടനടി നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന നിയമ ചാനലുകൾ ഞാൻ ഉപയോഗിച്ചതിനാൽ ഉടൻ തന്നെ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുമെന്നാണ് അഭിരാമി പറയുന്നത്.